ഓപ്പറേഷൻ സിന്ദൂറിൽ നിലപാട് കടുപ്പിച്ച ശശി തരൂർ എംപി പാർട്ടി നിലപാടല്ല തനിക്കുള്ളതെന്നും പാർട്ടി നിലപാട് ഉയർത്തി സംസാരിക്കാൻ താൽപര്യമില്ലെന്നും തരൂർ നേതൃത്വത്തെ അറിയിച്ചു. 2 മണിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങും. കോൺഗ്രസിന് വേണ്ടി ഇന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കും. सर पार्लियामेंट में मौन व्रत होगा क्या? ये बस यही बता പി ആർ സുനിൽ ചേരുന്നു. നമുക്കൊപ്പം പി ആർ സുനിൽ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തിന്റെ തലവനായിരുന്ന ശശി തരൂർ പാർലമെന്റിൽ ചർച്ച വരുമ്പോൾ അതിന് സംസാരിക്കാൻ താനില്ല എന്ന് വ്യക്തമാക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? പി ആർ സുനിൽ. സുജിയ മൌനവ്രതത്തിലാണെന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേരത്തെ ഈ വിഷയത്തിൽ ശശി തരൂരിനോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയപ്പോഴാണ് മൌനവ്രതത്തിലാണ് താനെന്ന് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടല്ല തന്റെ നിലപാട് എന്ന് ശശി തരൂർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഇപ്പോൾ ശശി തരൂർ പാർലമെന്റിൽ സംസാരിക്കുന്നില്ല. ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും 12 മണിക്കാണ് ചർച്ച ആരംഭിക്കാനിരുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉയർത്തി പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. അല്പസമയം മുമ്പ് 1 മണിക്ക് ലോക്സഭ വീണ്ടും തുടങ്ങിയെങ്കിലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. 2 മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ ബഹളം തുടരുകയാണെങ്കിൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അതല്ല എങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും 2 മണിക്ക് ചർച്ച ആരംഭിക്കും. ഏതായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ഈ ചർച്ചയ്ക്കുള്ള പ്രമേയം അവതരിപ്പിക്കുക. ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി നാളെ ഈ വിഷയത്തിൽ ലോക്സഭയിൽ സംസാരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്കായി ഇറങ്ങുകയാണ്. കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാണ് ഈ ഒരു ചർച്ചയിൽ എൻഡിഎയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവുക. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകില്ല ചർച്ചയ്ക്ക് മറുപടി പറയുക. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന സൂചന കൂടി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.